പഴയ കാലത്തുള്ള ട്രെയിനാട്ടത്. ഓക്കെ, ഇനി കണ്ടില്ല എന്ന് പറയണ്ട കേട്ടാ. 28/5/2025 അതിൻ്റെ ഉള്ളിലതാ ഡ്രൈവറാണ് ആയിരിക്കണേ. ഡ്രൈവർ ഇപ്പോഴും ഡ്രൈവർ ഇതാ പണ്ടത്തെ 1961 ആ കാലഘട്ടത്തിലുള്ള ട്രെയിനാണ്. കണ്ടില്ല നിങ്ങൾ? അന്ന് മരണപ്പെട്ട ആത്മാവാണപ്പോൾ ആയിരിക്കണേ. പക്ഷെ നിങ്ങൾക്ക് ആർക്കും കാണില്ല. ഏതൊരു മനുഷ്യൻ വന്നാലും അയാളെ കാണില്ല. പക്ഷെ എൻ്റെ കണ്ണിലിങ്ങനെ കാണിക്കാം. കണ്ടില്ലേ? അതാണ് പറഞ്ഞത്. അപ്പോൾ പഴയ കാലത്തുള്ള ഒരു ആത്മാവാണ് ഇരുന്നിട്ട് എന്തോ കേൾക്കുന്നുണ്ട് നിങ്ങൾ. അത് നിങ്ങൾക്ക് കാണിക്കാല്ല. അപ്പം ഇന്നേറ്റ് കളിക്കണ്ട, എന്നെ നല്ലപോലെ കളിച്ചോളി. ഇന്നേറ്റ് കണ്ടില്ലേ? കണ്ടേ? പഴയ കാലത്തുള്ള ആത്മാവ് ഞാനാണ്. പണ്ടത്തെ കാലത്ത് എൻ്റെ വാപ്പ ചെറുപ്പത്തിൽ കൊടുത്തിട്ട് എന്നെ ഇവിടെ ബോംബെ കെടുത്തി റോട്ടുമ്മ കെടുത്തിട്ടാണ് പോയി. അപ്പം ഇവിടെ ആരും ഇല്ല. അപ്പം ഞാൻ അങ്ങനെ വരുന്ന സമയത്തായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്കാണ്. കണ്ടില്ലേ? അപ്പോൾ പണ്ടത്തെ കാലത്ത് ഞാനാണ് ആ ചേർത്ത്. കണ്ടില്ലേ? ചെക്കനാ നോക്കുന്നത്. കണ്ടില്ല നിങ്ങൾ? അല്ല, ചെക്കനല്ല, ഞാനാണ്. അവിടെ ക്യാൻസലായ അവിടെ ഉണ്ട്. ഇത് ബോംബെയിലെ ഇവിടെ കുറച്ച് തെങ്ങുണ്ടായിരുന്നു, എടുക്കാൻ വേണ്ടി വന്നതാ. അതാണ് ഞാൻ വല്ല നടന്നു വരുന്ന സമയത്ത് ആണി കയറി എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല വണ്ടി വരാൻ നേരത്ത് വഴിയിൽ കിടക്കുമ്പോൾ ആണിയൊക്കെ എടുത്ത് വിടണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വേഗം വിളിച്ചത് തന്നെ. എന്നോട് പറഞ്ഞ് വേഗം പോയോ, ഇവിടെ തെങ്ങിൻ്റെ പേപ്പറൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് നാട്ടിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ മഴ പെയ്തിട്ടേ ഉണങ്ങിയൊക്കെയാണ് ഓലെന്നാകെ. അപ്പം എന്തായാലും പഴയ കാലത്തുള്ള ട്രെയിൻ കണ്ടില്ല എന്നൊന്നും പറയണ്ട കേട്ടാ. എന്താ പറയുക, മാനുവിൻ്റെ സബ്സ്ക്രൈബ് ചെയ്തോളി, ലൈക്കും ചെയ്തോളി. അപ്പം ഇങ്ങനെ ബോംബെൻ്റെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ കാണാം. നിങ്ങളെ പോലെ പഠിച്ചിട്ടൊന്നും ചെയ്യാം. നിങ്ങളൊക്കെ സ്കൂളിൻ്റെ അകത്താണ് പഠിച്ചിക്കണേ, ഞാൻ പുറത്താണ് പഠിച്ചിക്കണേ. അപ്പോൾ പറച്ചോൻ പറയണെങ്കിൽ പുറലോകം കണ്ടുവിടുന്നു, മറ്റുള്ളവരെ അകത്തിരുത്തിട്ട് കണ്ടോട്ടെ. നിങ്ങളായിട്ട് പഠിച്ചു വിടും. നല്ലപോലെ നല്ല ഡീസൻറ്റിൽ സംസാരിക്കണം. അതിനൊന്നും പിന്നെ കിട്ടൂല. നിങ്ങൾ പഠിച്ചവരൊക്കെ നല്ല ഡീസൻറ്റിൽ ഐ വോണ്ട് ഡോട്ട് യുവർ ഇൻ ദ കോസ്റ്റ്, ഐ വോണ്ട് ദിസ് ഇസ് ഇൻ ദ പിച്ചേ മുഡ്, അല്ലെങ്കിൽ അഗേ മുഡ്. അത് നിങ്ങളോട് സംസാരിച്ചോളൂ. ഇന്നെ കിട്ടൂല. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. മക്കൾ പറഞ്ഞിട്ട് യൂട്യൂബ് ഉണ്ടാക്കിയത്. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ജനങ്ങളെ ഭ്രാന്താണ് ഗുളിക കുടിക്കാൻ. എൻ്റെ മാലി എല്ലാവർക്കും അറിയാം. ഇപ്പോൾ യൂട്യൂബിൽ വന്നപ്പോൾ ജനങ്ങൾക്ക് കൂടി മനസ്സിലായി ഒറ്റക്കൊട്ട ഭ്രാന്താന്നുള്ളത്. ഇതെല്ലാം അതിൻ്റെ മക്കൾ പറയണ്ടേ പാപ്പങ്ങൾ വേഗം വരിയെന്ന്. എന്താ വെച്ചാൽ യൂട്യൂബിൽ നിന്നുണ്ട് ഒഴിവാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എൻ്റെ അമ്മ ചീത്ത അറിഞ്ഞ്, ഉപ്പാക്ക് അല്ലെങ്കിൽ തന്നെ സുഖമില്ല നിങ്ങൾക്ക് അറിഞ്ഞില്ല, പിന്നെ എന്തിനാണ് നിങ്ങളെ യൂട്യൂബിൽ കൊണ്ടിട്ടെന്ന്. അപ്പോൾ സബ്സ്ക്രൈബിനും അവർക്ക് കുറേ പണം ഉണ്ടാക്കാനത്ര. അപ്പം എന്തായി, ഇനിയിപ്പോൾ ഞാൻ നാട്ടിൽ പോവുകയാണ് അടുത്ത മാസം. ഇനി എന്താണ് ഒക്കെപ്പാടെ കൂടിയിട്ട് എന്നെ യൂട്യൂബ് അടിച്ച് ഒഴിവാക്കും. അതാണ് ഇനിയിപ്പോൾ കാണാൻ പോണത്. ഇൻഷാ അല്ലാഹ് എന്തായാലും നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, പിന്നെ എന്താ വെച്ചാൽ നിങ്ങളെ ഇഷ്ടംപോലെ ചെയ്തെന്നാൽ ഓക്കെ. അപ്പോൾ പഴയ കാലത്തുള്ള ട്രെയിൻ